പക്ഷെ മൂന്നാറിൽ ഒരു ഒരു ഗുണ്ടായിസം നടക്കുന്നു. മൂന്നാർ നടന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു നടപടിയാണ്. അത് ടാക്സി ഡ്രൈവർമാർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ മൂന്നാർ പോലീസ് SP-യുമായി സംസാരിച്ചു, RTOമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് RTOയോടും പറഞ്ഞിട്ടുണ്ട്, RTOയോടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 6 പേരെയാണ് ആ വിഷയത്തിൽ പോലീസ് സംശയിക്കുന്നത്. ഈ 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന SP എന്നോട് പറഞ്ഞത്. അവരെ അറസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക്, അവരെ കസ്റ്റഡിയെടുക്കുന്ന മുറയ്ക്ക് അവരുടെ ലൈസൻസ് റദ്ദാക്കും. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. ഊബർ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല, കേരളത്തിൽ നിരോധിച്ചിട്ടില്ല. അപ്പോൾ ഊബർ വണ്ടി ഓടിക്കുന്നവരും തൊഴിലാളികളാണ്, ടാക്സി ഓടിക്കുന്നവരും തൊഴിലാളികളാണ്. ബേസിക് ആയിട്ടുള്ള പ്രശ്നം മൂന്നാറിൽ ഒരു ഒരു ഗുണ്ടായിസം നടക്കുന്നു. മൂന്നാർ ഈ അടുത്ത കാലത്ത് KSRTCയുടെ ഡബിൾ ഡെക്കർ വന്നപ്പോൾ ഇതേ ഗുണ്ടായിസം. അന്ന് ഞങ്ങൾ ശരിയായ നിലയിൽ നിയമം നടപ്പിലാക്കും. ഇനി നേരത്തെ ദിവസങ്ങളിൽ നിയമം നടപ്പിലാക്കാൻ പോകും. ഇനി കഴിഞ്ഞ തവണ ഫൈൻ അടിച്ചവരിൽ പലരും അടയ്ക്കാതെ പോയിട്ടുണ്ട്. ആ വണ്ടികളെല്ലാം പിടിക്കും, എല്ലാം അകത്തിടും. ഊബർ ഓടി വരാനുള്ള നേരത്തെയും ഒരു ഊബറിലേക്ക് ഒരു ലേഡി ദൂരെ കയറുമ്പോൾ അവരെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കാനുള്ള ഒരു നടപടി ഉണ്ടായി. അത് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ ഉപേക്ഷിക്കുന്നു. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. തൊഴിലാളികളോട് സ്നേഹമുണ്ട്, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടരുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഊബർ ഓടിക്കുന്ന ഡ്രൈവറാണ്, അയാൾക്ക് ഇവർ തമ്മിൽ ക്വാളിഫിക്കേഷൻ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഡ്രൈവർമാരാണ്, രണ്ടുപേരും തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിക്ക് ഉപദ്രവമാകുമെന്ന് പറഞ്ഞ് ഓടിക്കാൻ പാടില്ല. ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ മറ്റേ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിട്ടുണ്ടോ സർക്കാരിന്റെ ആഹ്വാനപ്രകാരം ഇലക്ട്രിക് ഓട്ടോ എടുക്കും. ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ടാക്സ് കുറവാണ് എന്ന് കരുതി ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നവർ സ്റ്റാൻഡിൽ ഓടാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും ഇതൊരു പുരോഗമന സംസ്കാരമുള്ള ഒരു നാട്ടിൽ ചേർന്ന പരിപാടികളാണ്.